ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്നൊരു ഫസ്റ്റ് ബർത്ത്ഡേ കേക്കിൻ്റെ ഡെക്കറേഷൻ കാണാവേ. അപ്പോൾ ഇതൊരു 1 kg വെയിറ്റ് വരുന്ന കേക്കാണ്. അപ്പോൾ നമ്പർ 1ൻ്റെ ഷേപ്പിലാണ് കേക്ക് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല നമ്മുടെ കസ്റ്റമറിന് കുറേ അധികം കണ്ടീഷൻസും ഉണ്ടായിരുന്നു കേട്ടോ. കളറ് പാടില്ല, ഒത്തിരി അങ്ങനെ ക്രീമൊന്നും വേണ്ട, ഒരുപാട് അങ്ങനെ ആഡംബരങ്ങളോ ഡെക്കറേഷൻസോ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു ഡെക്കറേഷൻ ഐറ്റംസും പാടില്ല, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളൊരു കേക്കായിരുന്നു ഇത്. നോർമലി ഒരു നമ്പർ 1ൻ്റെ ഷേപ്പ് കേക്കാകുമ്പോൾ കുറച്ച് കളർഫുള്ളായിട്ട് ചെയ്താലും നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. പക്ഷേ അത് കസ്റ്റമറിനോട് പറഞ്ഞപ്പോൾ ഭംഗി കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല, അവർക്ക് കളറൊന്നും ഒട്ടും തന്നെ വേണ്ട, ആർട്ടിഫിഷ്യൽ ഐറ്റംസ് ഒന്നും വേണ്ട, അങ്ങനെ നമ്മുടെ ടോപ്പേഴ്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വെക്കില്ല, പ്രിൻറ്റുകളൊക്കെ ഒന്നും വേണ്ട എന്നായിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫ്ലേവർ വരുന്നത് മിൽക്കി നട്ട്സും, ടോട്ടൽ വെയിറ്റ് വരുന്നത് 1 kg ആണേ. നമ്മുടെ കേക്കിന് നോർമലി നമ്മൾ ചെയ്യുന്ന മിൽക്കി നട്ട്സൊക്കെ വെച്ചിട്ടൊരു സിമ്പിൾ ഡെക്കറേഷനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കേക്ക് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഫിനിഷ് കോട്ട് കൊടുക്കുവാണ്. നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ ഈ ടൈപ്പ് കേക്ക് ചെയ്തെടുക്കാനായിട്ട്, ഒത്തിരി സമയം എടുക്കും. ചെയ്ത് കഴിഞ്ഞാൽ പക്ഷേ നല്ല ഭംഗിയാണ്. പക്ഷേ ഈ കേക്കിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എങ്ങനെയായിരിക്കും എന്ന് സത്യത്തിൽ എനിക്ക് യാതൊരു ഐഡിയ ഇല്ലാണ്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ 1 ഷേപ്പിൽ കേക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്ത് എന്നിട്ട് നമ്മൾ കേക്കിൻ്റെ സൈഡ്സ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള ആൽമണ്ട്സും കാഷ്യൂസൊക്കെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കേക്ക് കംപ്ലീറ്റ് അങ്ങനെ തന്നെ ഒന്ന് നട്ട്സ് വെച്ചിട്ട് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നട്ട്സ് ധാരാളമായിട്ട് യൂസ് ചെയ്തുള്ളതുകൊണ്ട് നമ്മുടെ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കേക്കിൻ്റെ ടോപ്പിലായിട്ട് നമ്മൾ ഷെൽനോസിൽ വെച്ചിട്ടുള്ളൊരു ബോർഡർ ഡിസൈൻ കൊടുക്കുന്നുണ്ട്. ഇതിൽ ഓരോ സ്റ്റെപ്പ് ചെയ്യുന്ന സമയത്തും വാട്ട് നെക്സ്റ്റ് എന്നുള്ള ആ ഒരു കൺഫ്യൂഷനാണ് എനിക്ക്. കാരണം നമുക്കൊരു റെഫറൻസ് പിക്കില്ല, യാതൊരു ഐഡിയ ഇല്ലാണ്. കാരണം ഫുള്ളി വൈറ്റ് ഷെയ്ഡിൽ ചെയ്യുന്നത് കൊണ്ട് എന്ത് ചെയ്യണം എന്ന് ഒരു കൺഫ്യൂഷനായിരുന്നു ടോട്ടലി. എന്നിട്ട് നമ്മൾ മേലെ ഡിസൈൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ താഴത്തെ പോർഷൻ കുറച്ച് ബ്ലാങ്കായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ താഴത്തെ പോർഷനും കൂടെ അതുപോലെ തന്നെ ഒരു സിമ്പിൾ നോസിൽ ഡിസൈൻ ഒന്ന് കൊടുക്കുന്നുണ്ട്. ഇത്രയും പോർഷൻ ഏകദേശം ഒന്ന് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ ടോപ്പിലായിട്ട് ഗനാഷാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഡ്രിപ്പിംഗ് ആയിട്ട് കൊടുക്കാനായിട്ടില്ല, നമ്മൾ കേക്കിൻ്റെ ആ ടോപ്പ് പോർഷൻ കംപ്ലീറ്റ് നമ്മൾ ഗനാഷ് വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം അതിൻ്റെ ഒരു ടെക്സ്ചർ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. കാരണം സൈഡ്സിലോട്ടൊന്നും ഒലിച്ചിറങ്ങാത്ത രീതിക്ക് ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ഗനാഷ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കൊടുത്തിട്ട് നമ്മളെല്ലാ പോർഷനിലോട്ടും ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെങ്ങനെ സൈഡ്സിലോട്ട് ഒലിച്ചിറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ആകെ നാശമായിട്ട് പോകും. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രശ്നമില്ലാതെ നമുക്ക് നല്ല സേഫായിട്ട് തന്നെ നമ്മുടെ കേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒലിച്ചൊന്നും ഒട്ടും തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് അതുപോലെ തന്നെ നമ്മുടെ കേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. വളരെ റെയറായിട്ട് മാത്രമേ അങ്ങനെ സംഭവിക്കാറുള്ളൂ. മിക്കവാറും നമ്മൾ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ചെയ്യുമ്പോൾ ടെൻഷനിലും കൂടെ ആണെങ്കിൽ നമ്മുടെ ഗനാഷിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയൊക്കെ ചേഞ്ച് ആവും. പക്ഷേ ഇത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് നമ്മൾ ആകെ ഇതിൽ ആർട്ടിഫിഷ്യലായിട്ട് ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഹാപ്പി ബർത്ത്ഡേയുടെ ആ ഒരു ടോപ്പർ മാത്രമാണ് കേട്ടോ. അത് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കേക്കിൻ്റെ ടോപ്പിലായിട്ട് ഗനാഷ് വെച്ചിട്ട് ബർത്ത്ഡേ വിഷസും കൂടെ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇഷ്ടമായി ലൈക്ക് ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ്